കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ബേബി ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ് തുടക്കത്തിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണം, അതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ പല സമയത്തായി പല പ്രഗ്നൻസികളിലും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇവിടെ ഏർലി പ്രഗ്നൻസിയിൽ നമുക്കുണ്ടാകുന്ന ലക്ഷണം ഏറ്റവും കൂടുതൽ നമുക്കുണ്ടാകുന്നത് ഹോർമോൺ ഷിഫ്റ്റ് കൊണ്ടാണ്. ഒരുപാട് നാൾ വരെ നമ്മളുടെ ശരീരത്തിലെ ഹോർമോൺസ് എല്ലാം നോർമലായിട്ട് അങ്ങോട്ട് പോയിട്ട്, അതായത് ഈസ്ട്രോജൻ ഹോർമോണിന്റെ ഡൊമിനൻസും അതുപോലെ അതിനുശേഷം ലൂട്ടൽ ഫേസ് ആകുമ്പോഴേക്കും പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുന്നതും ദെൻ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഒന്ന് പീക്കിലെത്തിയിട്ട് നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ലെങ്കിൽ അത് ഷെഡായി പോകുന്നതും ഒക്കെ നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. പെട്ടെന്ന് നമ്മളുടെ ശരീരത്തിൽ പ്രഗ്നൻസി സക്സസ്ഫുൾ ആകുമ്പോഴേക്കും അവിടെ നമുക്ക് പ്രൊഡ്യൂസ് ആകുന്ന രണ്ട് ഹോർമോൺസ്, അതായത് നമുക്ക് ഏർലി പ്രഗ്നൻസിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ആണ് HCG ഹോർമോണും അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോണും. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഇൻക്രീസ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേക്കും ആ ഒരു ഇൻക്രീസുമായിട്ട് നമ്മളുടെ ശരീരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഇൻക്രീസും നമുക്ക് ആദ്യത്തെ ഒരു ട്രൈമസ്റ്ററിലൊക്കെ ആ ഒരു ഹോർമോണിന്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് കുറച്ചങ്ങോട്ട് ഉണ്ടാകും. അതിന് ശേഷം അത് അങ്ങോട്ട് ഒരുപാട് ഗ്രോ ആകാതെ നോർമലായിട്ട് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ചേഞ്ചസുമായിട്ട് നമ്മളുടെ ശരീരം ഒന്ന് അക്കോമഡേറ്റ് ആയിട്ട് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏർലി പ്രഗ്നൻസിയിൽ പലതരത്തിലുള്ള ഡിഫിക്കൽട്ടീസും ഫീൽ ചെയ്യും. ഇവിടെ ഏർലി പ്രഗ്നൻസിയിൽ നമുക്കുണ്ടാവുന്ന ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയതിന്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ലക്ഷണമാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ നമ്മുടെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് അനുഭവപ്പെടുക. നമ്മൾ വർത്താനം പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിതപ്പ് അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. പ്രഗ്നന്റ് ആയിട്ടുള്ള പല സ്ത്രീകളിലും അവരുടെ സെക്കൻഡ് ട്രൈമസ്റ്ററിലെ ലാസ്റ്റും അതുപോലെ തേർഡ് ട്രൈമസ്റ്ററിന്റെ ആദ്യവും ഈ ഒരു ഫീലിംഗ്സ് ഉണ്ടാവാറുണ്ട്. അവർ നടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നായിട്ട് കിതപ്പ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ വർത്താനം പറയുന്ന സമയത്ത് കിതപ്പ് അനുഭവപ്പെടുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ ലാസ്റ്റും അതുപോലെ തന്നെ തേർഡ് ട്രൈമസ്റ്ററിന്റെ ഫസ്റ്റുള്ള ആ ഒരു ഭാഗങ്ങളിലും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ ഏർലി പ്രഗ്നൻസിയിലും പല സ്ത്രീകൾക്കും ആ ഒരു ഹൈക്ക് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്. പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിനെ ഒന്ന് ഷെഡ് ആകാതെ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കണമെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് നമ്മളുടെ ശരീരത്തിൽ കൂടി വരണം. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഡൊമിനൻസ് നമ്മളുടെ ശരീരത്തിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, അതായത് നമുക്ക് ശ്വാസോച്ഛ്വാസത്തിൽ കുറച്ച് ഒരു നമ്മൾ കൂടുതലൊന്ന് എഫേർട്ട് എടുത്ത് നമ്മൾ ശ്വാസം എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമുക്കൊരു ശ്വാസം മുട്ടൽ പയ്യൊന്ന് വർത്താനം പറയുമ്പോഴേക്കും നമുക്ക് ശ്വാസം മുട്ടൽ പോലെയൊക്കെ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് നമ്മളുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് കൂടുന്നതാണ് ഈ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നതിനുള്ള ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ മെഡിസിൻ എടുക്കുന്നവർക്ക് ഈ ഒരു ലക്ഷണം വെച്ചിട്ട് നിങ്ങൾ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. കാരണം പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുമ്പോഴേക്കും പലരിലും ഈ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. കാരണം നമ്മളുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് കൂടുകയാണല്ലോ. അതുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുന്നവർക്ക് ഇത് പ്രഗ്നൻസി ആയിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ മെഡിസിൻ എടുത്തതിന് ശേഷവും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം തുടങ്ങുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ചിന്തിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിലും നമുക്കിത് പ്രഗ്നൻസി ആയി എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഒരു ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ആ ഒരു ഓക്സിജൻ നമ്മളുടെ കൂടുതലായിട്ട് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തണം. നമ്മുടെ ബ്രീത്തിങ് നോർമലി ഉണ്ടായതിനേക്കാളും കൂടുതലായിട്ട് അവിടെ ഉണ്ടാവണം. കാരണം നമ്മുടെ ആ ഒരു കുഞ്ഞിനും ആ ഒരു ഓക്സിജന്റെ അളവ് കൃത്യമായിട്ട് വേണം. നമ്മുടെ ആ ഒരു ഓക്സിജൻ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്നത് അത് രണ്ടായിട്ട് അങ്ങോട്ട് ഷെയർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓക്സിജൻ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിജൻ റിക്വയർമെന്റ് നമ്മൾ പ്രഗ്നന്റ് ആവുന്നതിന് മുൻപുണ്ടായതിനെ അപേക്ഷിച്ച് കുറച്ചധികം കൂടുതലായിരിക്കും പ്രഗ്നന്റ് ആവുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഓക്സിജന്റെ റിക്വയർമെന്റ്. അപ്പോൾ ഈ ഓക്സിജന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വേണ്ടി വരുന്ന ഒരു സമയത്ത് നമുക്ക് ആ ഒരു ബ്രീത്തിങ് കൂടുതൽ എടുക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമ്മളുടെ ശരീരം തന്നെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ലങ്സും വളരെയധികം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ലങ്സിന് ചെറിയൊരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു വികാസം പോലെ നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷനുമായിട്ട് നമ്മുടെ ശരീരം പൊരുത്തപ്പെട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. മൂന്നാമതായിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മൂന്നാമതായിട്ട് ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, അത്രയും നാൾ വരെ നമ്മളുടെ ശരീരം ആ ഒരു ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ നോർമലായിട്ട് പോവുകയായിരുന്നു. ദെൻ പെട്ടെന്ന് ജസ്റ്റ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഹോർമോൺസ് നമ്മളുടെ ശരീരത്തിൽ, അതായത് പ്രഗ്നൻസി ഹോർമോൺസ് നമ്മളുടെ ശരീരത്തിൽ ഇൻക്രീസ് ആകുമ്പോഴേക്കും നമ്മളുടെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഓൾമോസ്റ്റ് നമുക്ക് പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ട് ഒരു ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ആഴ്ച വരെ നമുക്ക് ഈ ഒരു ലക്ഷണങ്ങൾ ഉണ്ടാകും. അതിനുശേഷം ഈ ഒരു 3 ആഴ്ച അല്ലെങ്കിൽ ഒരു 4 ആഴ്ചയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ
പിന്നെ ആ ഒരു ലക്ഷണമായിട്ട് നമ്മളുടെ ശരീരം പൊരുത്തപ്പെടും. ഇത് പൊരുത്തപ്പെട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു സിംറ്റംസ് വരുന്നത് നമ്മുടെ വയറ് നല്ലതുപോലെ ഒന്ന് ഗ്രോ ആയി നമ്മളൊന്ന് നടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കാം. ഏകദേശം നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ വാദോരാതെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ വർത്താനം പറയുമ്പോഴേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. എനിക്ക് എന്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ നല്ലതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ പലരും ചോദിക്കാറുണ്ട്, ചേച്ചി ശ്വാസം മുട്ടലുണ്ടോ അല്ലെങ്കിൽ ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് കൂടി പലരും ആ ഒരു വീഡിയോ കേട്ടിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് ശ്വാസം മുട്ടലുണ്ടല്ലേ. ചിലർ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഇരുന്ന് കിടക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് വരെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പലർക്കും ആ ഒരു സമയത്ത് പ്രഗ്നൻസിയുടെ സമയത്ത് ഈ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മൾ പ്രാണായാമാസ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ആ ലങ്സിനെയൊക്കെ കൂടുതലൊന്ന് ഉഷാറാക്കി എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒരുപാട് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് അത് മുഖവിലേക്ക് എടുക്കണം. കാരണം നമ്മുടെ കുഞ്ഞ് ഗ്രോ ആകണമെങ്കിൽ നമുക്ക് ആ ഒരു ഓക്സിജൻ വേണം. നമ്മുടെ ശരീരം സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ നമുക്കും ഓക്സിജൻ വേണം. അതുകൊണ്ട് ഓക്സിജൻ റിക്വയർമെന്റ് നോർമലി ഉണ്ടാകുന്നതിനേക്കാളും കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ ഓക്സിജൻ നമ്മളുടെ ശരീരത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. കാമായിട്ടിരുന്ന് ഓക്സിജൻ കൂടുതലായിട്ട് റിച്ച് ആവാനും നമ്മളുടെ ശരീരത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യോഗാസനാസ് ചെയ്യാം, നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. നല്ലതുപോലെ അങ്ങോട്ട് ഇൻഹെയിൽ ചെയ്ത് സ്ലോലി നമ്മൾ ഇൻഹെയിൽ ചെയ്ത് ആ സ്ലോലി തന്നെ നമ്മൾ എക്സ്ഹെയിൽ ചെയ്ത് പയ്യെ പയ്യെ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ചില സൈഡ് എഫക്ട്സ്, ചില സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ലതുപോലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് നമുക്ക് എപ്പോൾ പ്രഗ്നൻസി സിംറ്റം ആയിട്ട് കൺക്ലൂഡ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വണ്ണമുള്ളവരല്ല, അല്ലെങ്കിൽ ഒരുപാട് വയറുള്ളവരല്ല, നിങ്ങൾക്ക് ഫാറ്റ് ഒന്നും കൂടുതലായിട്ട് ഇല്ല, അവരുടെ ശരീരഭാരം ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഒരു ലക്ഷണം നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ പ്രഗ്നന്റ് ആകുന്നതിൻ്റെയും ലക്ഷണമായിരിക്കും. പിന്നെ ഓൾമോസ്റ്റ് ഒരു ലൂട്ടിയൽ ഫേസ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ, അത് മുൻപോട്ട് പുറകോട്ടുള്ള ലൂട്ടിയൽ ഫേസിൽ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതൊരു പ്രഗ്നൻസി ആയിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് പെട്ടെന്ന് നമുക്ക് ഈ ഒരു ലക്ഷണം വരുന്നു, നമുക്ക് ഇതുവരെ ഈ ഒരു ലക്ഷണം ഉണ്ടായിട്ടില്ല, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് അനുഭവപ്പെടുന്നു, ആരോടെങ്കിലും വർത്താനം പറയുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ കുറച്ചൊന്ന് ജോലി ചെയ്ത് കഴിയുമ്പോൾ തന്നെ കിതപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റു പലതായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾ ബോഡി നല്ലതുപോലെ കെയർ ചെയ്യുക കേട്ടോ. ബോഡിക്ക് റെസ്റ്റ് വേണ്ടുന്ന സമയത്ത് നിങ്ങൾ റെസ്റ്റ് കൊടുക്കുക. ഒരുപാട് നിങ്ങൾ ഡിഫിക്കൽട്ടായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ടും നിങ്ങൾ കൂടുതൽ ജോലികൾ ചെയ്യാതിരിക്കുക. കുറച്ച് റെസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക. കാരണം ഒരു ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്ലഡ് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ന്യൂ ബോണിന് നമ്മുടെ ഒരു എംബ്രിയോയ്ക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓക്സിജനും അതുപോലെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആ എംബ്രിയോയ്ക്ക് കിട്ടുകയുള്ളൂ. അവിടെ ഓക്സിജന്റെ സപ്ലൈ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് കുഞ്ഞിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ ഉണ്ടാകും. ഏർലി സ്റ്റേജിൽ മിസ്കാരേജ് ഉണ്ടാവാനായിട്ടും അത് കാരണമാട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ബോഡി നന്നായിട്ട് കെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.